ബലി പെരുന്നാൾ എന്ന് നമ്മൾ വിളിക്കാറുള്ള ഉദ്ഹിയത്ത്, അതാണ് സ്വതക്ക കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത്. പാവങ്ങളായ ആളുകൾ, മിസ്കീന്മാരായ ആളുകൾ, ഫഖീറുകളായ ദരിദ്രരായ ആളുകൾക്ക് അന്ന് പ്രയാസമുണ്ടാവാൻ പാടില്ല, അന്ന് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടാൻ പാടില്ല. സുഭിക്ഷമായി മാംസം തിന്നാൻ അവസരം നൽകുന്നു. അപ്പൊ ജനങ്ങളിലേക്ക് ചെയ്യുന്ന നന്മയും ജനങ്ങളിലേക്ക് ചെയ്യുന്ന സ്വതക്കയും ഒരുമിച്ച് കൂടിയ ദിവസങ്ങളാണിത്. ആരൊക്കെയാണ് ഉദ്ഹിയത്ത് അറുക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദസ്സിലുള്ള എല്ലാവരും ഉദ്ഹിയത്തിന് അർഹരാണ് എന്നാണ്. ഉദ്ഹിയത്ത് അറുക്കാൻ നമ്മളൊക്കെ അർഹരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം ഭാര്യയുടെ ചെലവ്, സ്വന്തം മക്കളുടെ ചെലവ്, ആ പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞ് ഒരാളുടെ കയ്യിൽ ഉദ്ഹിയത്ത് അറുക്കാനുള്ള ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 7,000 രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് സുന്നത്ത് മുഅക്കദയാണ് ഉദ്ഹിയത്ത് അറുക്കൽ. സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കൽ കറാഹത്താണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം ഉദ്ഹിയത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. ഒരു ഹദീസ് പ്രകാരം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് പ്രകാരം, കഴിവുണ്ടായിട്ടും ഉദ്ഹിയത്ത് അറുക്കാത്ത ഒരാൾ പെരുന്നാൾ നിസ്കരിക്കാൻ എന്റെ പള്ളിയിലേക്ക് വരരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവുണ്ടായിട്ടും ഉദ്ഹിയത്ത് അറുക്കാത്തവർ എന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു വരരുത്. പെരുന്നാൾ നിസ്കാരത്തിന് അവർ സന്നിഹിതരാവരുത്, കടന്നു വരരുത്. ആർക്കൊക്കെയാണ് കഴിവുള്ളത്? സ്വന്തം ഭാര്യയുടെ നിർബന്ധമായി ചെലവ് കൊടുക്കേണ്ട മക്കളുടെ ചെലവ് കഴിഞ്ഞ്, അന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞ് ഉദ്ഹിയത്തിന്റെ ഓരോഹരിയിൽ കൂടാനുള്ള ഒരു 7,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയുണ്ട് ണ്ടെങ്കിൽ അവർക്ക് ഉദ്ഹിയത്ത് സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉദ്ഹിയത്ത് സുന്നത്തല്ലേ? നിർബന്ധമായിട്ട് ഉദ്ഹിയത്ത് അറുക്കണ്ടേ? ഹനഫി മദ്ഹബ് പ്രകാരം ഉദ്ഹിയത്ത് വാജിബാണ്, നിർബന്ധമാണ്. ഉദ്ഹിയത്ത് അറുക്കണ്ടേ? ഭാര്യയുടെ ചെലവ്, മക്കളുടെ ചെലവ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോത്ത് ഒരാൾ വാങ്ങുകയാണെങ്കിൽ ഒരു 1.5 കിൻഡൽ 2 കിൻഡലൊക്കെ ഉള്ള ഒരു പോത്താണ് 60,000 രൂപ 70,000 രൂപ ഒക്കെ വരും. അപ്പൊ 7 ആളാകുമ്പോൾ 9,000-10,000 രൂപ വരും. നേരെ മറിച്ച് ഒരു കാള വാങ്ങുകയാണെങ്കിൽ 35,000 രൂപ 25,000 രൂപയ്ക്കൊക്കെ കാള കിട്ടും. അപ്പൊ 7 ആളാകുമ്പോൾ 5,000 രൂപയ്ക്ക് 4,000 രൂപയ്ക്കൊക്കെ ഷെയർ കിട്ടും, ഒരു ഓഹരി. ആടാണെങ്കിൽ ചിലപ്പോൾ നല്ല ക്യാഷ് ഉണ്ടാകും, ഒരു ആടിന് 10,000 രൂപയ്ക്ക് വരെ ഉണ്ടാകും. അപ്പൊ ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വീട്ടിൽ നിർബന്ധമായി കൊടുക്കേണ്ട ചെലവ് കഴിഞ്ഞിട്ട്, പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ 10,000 രൂപ ബാക്കി ഉണ്ടാവൂലേ, അക്കൗണ്ടിൽ ഉണ്ടാവൂലേ, സ്വത്തുക്കൾ ഉണ്ടാവൂലേ, മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഉദ്ഹിയത്ത് കൊടുക്കണ്ടേ? നമ്മളതിന് അർഹരല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. നമ്മൾ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും. കൊടുക്കണം. നിങ്ങൾ എന്തിനാ ഉദ്ഹിയത്തിന് അത്ര നിസ്സാരമായി കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഒരു ദിവസം തന്നെ 100 മൃഗങ്ങളെ ഉദ്ഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. പെരുന്നാൾ ദിവസം, ബലി പെരുന്നാൾ ദിവസം 100 ആടുകളെ അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ? സ്വന്തം കാൽമുട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ഹിയത്തിന്റെ മൃഗത്തിന്റെ പിരടിയിൽ വെച്ച് 63 സ്വന്തം കൈകൾ കൊണ്ട് അറുത്തു കൊടുത്തു. ബാക്കി 37 അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അറുക്കാൻ ഏൽപ്പിച്ചു. ഒരൊറ്റ ഒരു പെരുന്നാളിന് 100 ഉദ്ഹിയത്തിന്റെ മൃഗങ്ങളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് അറുത്തു കൊടുത്തത്. ഫാത്തിമ ബിവിയോട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഖൂമി ഇലാ ഉദ്ഹിയതികി, നിന്റെ ഉദ്ഹിയത്തിന്റെ അടുത്ത് പോയി നീ ഹാജരാവണം. അഥവാ സ്ത്രീകളും ഉദ്ഹിയത്ത് അറുക്കണം, സ്ത്രീകളും ഉദ്ഹിയത്ത് അറുക്കണം. ഒരു വീട്ടിൽ ഒരാളൊരു പോത്ത് വാങ്ങുകയാണെങ്കിൽ 7 ഓഹരികൾ ആ പോത്തിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പൊ നിങ്ങളുടെ ഭാര്യ അതിലൊരു ഓഹരിയായി നിങ്ങൾ ഉൾപ്പെടുത്തണം. അതിന് ഭാര്യ ക്യാഷ് തരുമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാഷ് കൂട്ടണം. ഇതെന്റെ ഭാര്യയുടെ ഒരു ഓഹരിയാണ്. നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഉദ്ഹിയത്തും നിങ്ങൾ ചേർക്കണം. നിങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെയും ചേർക്കണം. എന്നിട്ട് ഉമ്മയോട് പറയണം, ഉമ്മ നിങ്ങളുടെ ഉദ്ഹിയത്തിന്റെ ഒരു ഓഹരി ഇതിലുണ്ട്, ഉമ്മയിൽ നിന്ന് ക്യാഷ് തന്നാൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം ക്യാഷ്. ഉപ്പയുടെ ഓഹരി, ഉപ്പ ക്യാഷ് തന്നാൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ 7 ആളുകളെ ഉൾപ്പെടുത്തണം. ഒരു വീട്ടിലെ 7 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്ഹിയത്ത് അറുത്തുകൂടെ? അങ്ങനെ ഉദ്ഹിയത്ത് അറുത്ത മൃഗമാണ് നാളെ മഹ്ശറ ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഖബറിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ എണീച്ചാൽ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗം നമ്മൾ ഉദ്ഹിയത്ത് അറുത്ത മൃഗമായിരിക്കും.
അതേപോലെ തന്നെ ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഉദ്ഹിയത്തിന്റെ മൃഗമാണ് സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വരിക എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ ഏറ്റവും നല്ല ശക്തിയുള്ള, ഏറ്റവും നല്ല മാംസമുള്ള, ചുറുചുറുക്കുള്ള മൃഗത്തെ തന്നെ അറുക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം. ഏറ്റവും നല്ലതിനെ അറുക്കലാണ്, കാണാൻ ഭംഗിയുള്ള, നല്ല മാംസമുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതിനെ തന്നെ അറുക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്തിനാണ്? ഇതൊരു ഇബാദത്താണ്, ഇതൊരു ആരാധനയാണ്. ആരാധനയിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ചെലവഴിക്കാറുണ്ട്, കോടികൾ ചെലവഴിച്ച് നമ്മൾ വീടെടുക്കാറുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുണ്ട്, പതിനായിരങ്ങളുടെ ഫോണുകളും ലക്ഷങ്ങളുടെ ഫോണുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചൊരു സുന്നത്തായ ചടങ്ങിന് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? അവിടെ പോയി ഏറ്റവും വില കുറഞ്ഞത് നമ്മൾ വാങ്ങുന്നത്. നല്ലത് തന്നെ വാങ്ങണം, നല്ല കഴിവുള്ളത്, നല്ല വിലപിടിപ്പുള്ളത് തന്നെ വാങ്ങണം. അതൊരു ഇബാദത്താണെന്നുള്ള ബോധത്തോടെ ഈ മൃഗമാണ് നാളെ മഹ്ശറാലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് നബിയെ ചെയ്യുന്നത് എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അതിന്റെ ഓരോ രോമത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഒരു ആട്ടിൻകുട്ടിയിലുള്ള, ഒരു ആടിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് കഴിയോ? അല്ലെങ്കിൽ ഒരു പോത്തിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? ഇല്ല. അപ്പൊ ഒരു ആടിലുള്ള, ആ ഉദ്ഹിയത്തിന്റെ മൃഗത്തിലുള്ള രോമങ്ങൾ എത്രയാണോ ഓരോ രോമങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കഴിവുള്ള ആളുകൾ ഏറ്റവും നല്ലത് തന്നെ ഇറക്കണം. പിന്നെ കഴിവില്ലാത്ത ആളുണ്ടാവും, ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5000 രൂപയെ ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള ഒരു 7 ആൾ കൂടിയിട്ട് ഒരു കാള വാങ്ങിച്ചു 35,000 രൂപയ്ക്ക്. ഉദഹ തർക്കാനുള്ള വയസ്സായിട്ടുണ്ട്, 2 വയസ്സായിട്ടുണ്ട്, നിങ്ങൾ തർക്കുക. കഴിവുള്ള ആളുകൾ ചെറുതിനെ തെരഞ്ഞെടുക്കരുത്, ഭംഗിയുള്ള, മാംസമുള്ള, വിലപിടിപ്പുള്ളതിനെ തെരഞ്ഞെടുത്ത് എന്തായാലും ഉദഹ തർക്കണം നിസ്സാരമായി കാണുകയേ ചെയ്യരുത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഉദഹ തറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതെന്റെ സുന്നത്തായ ഉദഹയത്താണെന്ന് പറയണം. ഉദഹത്തിന്റെ മൃഗമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് വീട്ടിൽ കിട്ടിയിട്ട് നാട്ടുകാർ വരുമ്പോ ഇതെന്റെ ഉദഹയത്തിന്റെ മൃഗമാണെന്ന് പറയരുത്. ഇതെന്റെ സുന്നത്തായ ഉദഹയത്തിന്റെ മൃഗമാണ്, അങ്ങനെ പറയണം. ഇതെന്റെ സുന്നത്തായ ഉദഹയത്താണെന്ന് പറയണം. ഇതെന്റെ ഉദഹയത്തിന്റെ മൃഗമാണെന്ന് പറഞ്ഞാൽ, ഇതെന്റെ ഉദഹയത്താണെന്ന് പറഞ്ഞാൽ ഉദഹയത്ത് നിർബന്ധമായി. ഉദഹയത്ത് നിർബന്ധമായാൽ അതിൽ നിന്നൊരു കഷ്ണം പോലും തിന്നാൻ പാടില്ല. അതിൽ നിന്നൊരു കഷ്ണം പോലും ധനികർക്ക് പോലും, മുസ്ലിമീങ്ങളായ മുതലാളിമാർക്ക് പോലും നൽകാൻ പാടില്ല. എല്ലാം ദരിദ്രരായ പാവങ്ങൾക്ക് കൊടുക്കണം. നിർബന്ധമായ ഉദ്ഹിയത്താണെങ്കിൽ ഒരാൾ ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി നേർച്ച ചെയ്തു. ഇതാ കഴിഞ്ഞ വർഷം നേർച്ച ചെയ്തതാണ്. വീട്ടിലുള്ള 2 വയസ്സായ ഒരു കാളയെയോ ഒരു ആട്ടിൻകുട്ടിയെയോ കാണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ആട്ടിൻകുട്ടിയെ ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഉദ്ഹിയത്താണ്. അതിൽ നിന്നൊരു കഷ്ണം പോലും നേർച്ച ചെയ്തവന് കഴിക്കാൻ പാടില്ല. കഴിക്കൽ ഹറാമാണ്. മുതലാളിമാർക്കും കൊടുക്കരുത്. പിന്നെ സർവ്വതും നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം. എന്നാൽ സുന്നത്തായ ഉദ്ഹിയത്ത് അങ്ങനെയല്ല. ഏതാണ് സുന്നത്തായ ഉദ്ഹിയത്ത്? ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്ന് കരുതണം. അങ്ങനെ സുന്നത്തായ ഉദ്ഹിയത്താണെങ്കിൽ ഒരൽപ്പം മാത്രം കൊടുത്ത്, എല്ലാം അയാൾക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരൽപ്പം മാത്രം ഫഖീറായ ഒരാൾക്ക് കൊടുത്ത്, ദരിദ്രരായ ആളുകൾക്ക് കൊടുത്ത്, ബാക്കിയുള്ളത് മുഴുവനും വീട്ടിൽ ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നല്ലതല്ല. ഒരൽപ്പം മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളതെല്ലാം പാവങ്ങളായ ആളുകൾക്ക് നല്ലത് നൽകലാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിർബന്ധമായാൽ ഒരു കഷ്ണം പോലും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ഹിയത്തിന്റെ മൃഗം വാങ്ങിച്ചാൽ ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്താണെന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഇതെന്റെ ഉദ്ഹിയത്താണ് എന്നോ ഇതെന്റെ ഉദ്ഹിയത്തിന്റെ മൃഗമാണോ എന്നോ ആരും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ നിർബന്ധമായി, നിർബന്ധത്തിന് സുന്നത്തിനേക്കാളും പ്രതിഫലം കൂടുതലാണ്. കൂടി മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കരിച്ച ഒരാള്
സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച ഒരാള് സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. ഏതിനാ കൂലി കൂടുതൽ? 2 റക്അത്താണ്. പ്രതിഫലം കൂടുതൽ ഏതിനാ? ഫർളായ സുബഹിക്കാണ്. കാരണം എന്തേ? അത് നിർബന്ധമാണ്, ഇത് സുന്നത്താണ്. നിർബന്ധമായ ഫർളിനാണ് സുന്നത്തിനേക്കാളും കൂലിയുള്ളത്. നിർബന്ധമായ ഉദ്ഹിയത്തിനാണ് സുന്നത്തായ ഉദ്ഹിയത്തിനേക്കാളും പ്രതിഫലമുള്ളത്. നിർബന്ധമായി എന്ന് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല, അല്ലാഹു പ്രതിഫലം കൂടുതൽ തരും. ഏതായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും മറുക്കാൻ വേണ്ടി ഒഴിവ് കഴിവ് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും അറുക്കാൻ അവകാശികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 ആളുകൾ കൂടി ഒരു മാടിനെ അറുക്കാം, ഒരു കാള അല്ലെങ്കിൽ ഒരു പോത്തിനെ 7 ആളുകൾക്ക് കൂടി അറുക്കാം. അല്ലെങ്കിൽ ആടറുക്കുകയാണെങ്കിൽ ഒരാൾക്കേ അറുക്കാൻ പാടുള്ളൂ, ഒരാൾക്കേ അറുക്കാൻ കഴിയുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വീട്ടിൽ വെച്ച് ഒരു വീട്ടുകാർ, ഒരു കുടുംബത്തിലെ ഒരാൾ ഒരു ആടിനെ അറുക്കുകയാണെങ്കിൽ അയാൾക്ക് അറുക്കുന്നവർക്കാണ് ആ ഉദ്ഹിയത്ത് വീടുന്നത്. പക്ഷെ അയാൾക്ക് അതിന്റെ പ്രതിഫലം ഉമ്മയുടെ പേരിൽ ഹദിയ ചെയ്യാം, ഭാര്യയുടെ പേരിൽ ഹദിയ ചെയ്യാം, മക്കളുടെ പേരിൽ ഹദിയ ചെയ്യാം. ഏതുപോലെ ഫാത്തിഹ ഓതി നമ്മൾ മഹാനായ അമ്മു സൂഫി അവരുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും നമ്മൾക്കും കൂലി ലഭിക്കുന്നത് പോലെ നമ്മൾക്ക് ഉദ്ഹിയത്തിന്റെ ഒരു ആർഡർ എടുത്തിട്ട്, അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം എന്റെ ഭാര്യക്ക് കൊടുക്കണേ അല്ലാ, എന്റെ വീട്ടുകാർക്ക് ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ അവർക്കതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷേ ഉദ്ഹിയത്ത് അറുത്തതുപോലെയാവൂല, പ്രതിഫലം കിട്ടും. ഉദ്ഹിയത്ത് അറുത്ത ആ ശ്രേഷ്ഠത കിട്ടണമെങ്കിൽ ഉദ്ഹിയത്ത് തന്നെ അറുക്കണം. കഴിവിന്റെ പരമാവധി എല്ലാ വർഷവും എല്ലാവരും ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി ശ്രമിക്കും.